നമുക്ക് നല്ല പച്ച പൈനാപ്പിൾ കൊണ്ട് അച്ചാറിട്ടാലോ. അതിനുവേണ്ടി 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ 4 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വെള്ളമയം മാറുന്നത് വരെ വാട്ടിയെടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് തീ നന്നായി കുറച്ച് വെച്ച് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് ചെറുതായി അരിഞ്ഞ പൈനാപ്പിളാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1.5 സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 സ്പൂൺ ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ശർക്കരയുടെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് ഒന്ന് പകുതി വേവാവുന്നവരെ നമുക്ക് വാട്ടിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒന്ന് തിളച്ച് ഇറക്കാറാവുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ കായപ്പൊടിയും അതുപോലെ വറുത്ത് വെച്ച ഉലുവപ്പൊടിയും കൂടി ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റിയായ അച്ചാർ റെഡിയായി കിട്ടും. ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയാൻ മറക്കില്ലല്ലോ അല്ലേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.